Hi dear students, welcome back. ഈ ഒരു ലെക്ചറിൽ CEL 204 ഫ്ലൂയിഡ് മെക്കാനിക്സ് ലബോറട്ടറിയിലെ 4ാമത്തെ എക്സ്പെരിമെൻ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എക്സ്പെരിമെൻ്റ് മെറ്റാസെൻട്രിക് ഹൈറ്റ് ആൻഡ് റേഡിയസ് ഓഫ് ഗിറേഷൻ ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി. ഒരു ഫ്ലോട്ടിംഗ് ബോഡിയുടെ മെറ്റാസെൻട്രിക് ഹൈറ്റും റേഡിയസ് ഓഫ് ഗിറേഷനും കണ്ടുപിടിക്കുന്ന എക്സ്പെരിമെൻ്റാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ ആദ്യം ഞാൻ റെക്കോർഡിൽ എഴുതാനുള്ള പ്രൊസീജിയർ, എയിം, സാമ്പിൾ ഗ്രാഫ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞ് എക്സ്പെരിമെൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡെമോ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമുക്കതിൻ്റെ കാൽക്കുലേഷൻ പാർട്ട്, റിസൾട്ട്, ഇൻഫറൻസ് എഴുതുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. CEL 204 ഫ്ലൂയിഡ് മെക്കാനിക്സ് ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് നമ്പർ 4 മെറ്റാസെൻട്രിക് ഹൈറ്റ് ആൻഡ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ എക്സ്പെരിമെൻറ്റ് നമ്പർ 4 മെറ്റാസെൻട്രിക് ഹൈറ്റ് ആൻഡ് റേഡിയസ് ഓഫ് ഗിറേഷൻ ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി, അതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ് നെയിം. എയിം എന്ന് പറയുന്നത് ടു ഡിറ്റർമൈൻ ദ മെറ്റാസെൻട്രിക് ഹൈറ്റ് ആൻഡ് റേഡിയസ് ഓഫ് ഗിറേഷൻ ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി. apparatus, a float tank with full of water, a stopwatch and a given float fitted with arrangements to measure the tilt due to the displacement of the small weight. അപ്പോൾ നമുക്ക് apparatus ആയിട്ട് വേണ്ടത് ഒരു ടാങ്ക് ഫുൾ ഓഫ് വാട്ടർ, ഒരു സ്റ്റോപ്പ് വാച്ച് ടൈം മെഷർ ചെയ്യാനായിട്ട്, പിന്നെ എ ഗിവൺ ഫ്ലോട്ട് ഫിറ്റഡ് വിത്ത് അറേഞ്ച്മെൻറ്റ്സ് ടു മെഷർ ദ ടിൽറ്റ് ഡ്യൂ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സ്മോൾ വെയ്റ്റ്. അപ്പോൾ സ്മോൾ വെയ്റ്റ് വേണം, ഒരു ഫ്ലോട്ട് വേണം, അതിൻ്റെ അകത്ത് നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ മെഷർ ചെയ്യാനുള്ള, ആംഗിൾ എടുക്കാനുള്ള റീഡിങ്സും ഈ വെയ്റ്റ് ഹോൾഡ് ചെയ്യാനുള്ള ടൈപ്പ് അറേഞ്ച്മെൻറ്റ്സും നമുക്ക് അതിനകത്ത് വേണം. അടുത്തത് പ്രിൻസിപ്പിളാണ്. The float is tilted a small angle theta by displacing small weight W1 എന്ന് എഴുതിയിരിക്കുന്നത് small weight W from the initial position to a distance x. Then the metacentric height GM is calculated as GM is equal to W into x divided by capital W tan theta. അത് നമുക്ക് സെൻറ്റിമീറ്ററിലായിരിക്കും GM കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് ന്യൂമറേറ്ററിലുള്ളത് സ്മോൾ ഡബ്ല്യു ആണ്, എക്സ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് മൂഡാണ്, ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് വെച്ചാൽ ടോട്ടൽ വെയ്റ്റ് ഓഫ് ഫ്ലോട്ടാണ്. ഓക്കെ, അപ്പോൾ സ്മോൾ ഡബ്ല്യു ഇസ് ദ മൂവബിൾ വെയ്റ്റ്, അത് ഗ്രാമിലാണ്. ഇനി ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഓഫ് ഫ്ലോട്ട് പ്ലസ് മൂവിങ് വെയ്റ്റ്. ഫ്ലോട്ടിൻ്റെ വെയ്റ്റും ഇവിടെ പറഞ്ഞ ഈ ഒരു സ്മോൾ ഡബ്ല്യുവും കൂടി ആഡ് ചെയ്തിട്ടുള്ള വെയ്റ്റാണ് ക്യാപിറ്റൽ ഡബ്ല്യു, ഡിനോമിനേറ്ററിൽ വരുന്ന ക്യാപിറ്റൽ ഡബ്ല്യു. ഇനി ഇതിൻ്റെ അകത്ത് ടാൻ തീറ്റയുണ്ട്. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ടിൽട്ടാണ്, വിച്ച് ഇസ് ഈക്വൽ ടു θ1 പ്ലസ് θ2 ഡിവൈഡഡ് ബൈ 2. θ1 പ്ലസ് θ2 ഡിവൈഡ് ബൈ 2, അതിൻ്റെ യൂണിറ്റ് ഡിഗ്രിയാണ്. ആംഗിൾ ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് വരുന്നത് ഡിഗ്രിയാണ്. ഓക്കെ, ടു ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ഗിറേഷൻ ദ ഫ്ലോട്ട് ഈസ് ഓക്സിലേറ്റഡ് ഫ്രീലി ആൻഡ് ദ ടൈം റിക്വയർഡ് ഫോർ ഓക്സിലേഷൻ ഈസ് മെഷേർഡ്. റേഡിയസ് ഓഫ് ഗിറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലോട്ടിനെ ഓക്സിലേറ്റ് ചെയ്യിക്കാം ഫ്രീ ആയിട്ട്, എന്നിട്ട് അതിൻ്റെ 10 ഓക്സിലേഷന് വേണ്ടിയിട്ടുള്ള ടൈം റിക്വയർഡ് എത്രയെന്ന് കണ്ടുപിടിക്കുക. അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഒരു ഓക്സിലേഷന് അതിൻ്റെ ടൈം പീരീഡ് എത്ര എന്നുള്ളത് കണ്ടുപിടിക്കുക. ദ റേഡിയസ് ഓഫ് ഗിറേഷൻ ഓഫ് ദ ഫ്ലോട്ട് K ഈസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ ഇക്വേഷൻ, റേഡിയസ് ഓഫ് ഗിറേഷൻ K ഈസ് ഈക്വൽ ടു TM ഇൻറ്റു, ഇത് TM ആണ്, TM ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് G ഇൻറ്റു GM ഡിവൈഡഡ് ബൈ 2π. ഞാൻ ഇക്വേഷൻ ഇവിടെ എഴുതാം. K ഈസ് ഈക്വൽ ടു TM ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് G ഇൻറ്റു GM. GM എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് ഗിറേഷൻ ആണ്, ഡിവൈഡഡ് ബൈ 2π. ഇതിൻ്റെ അകത്ത് TM എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിലേഷന് വേണ്ടിയിട്ടുള്ള ടൈം പീരീഡ് ആണ്. അപ്പോൾ TM ഇസ് ഈക്വൽ ടു ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓക്സിലേഷൻ ആണ്. GM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയസ് ഓഫ് ഗിറേഷൻ, നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന റേഡിയസ് ഓഫ് ഗിറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് പ്രൊസീജിയറാണ് പറയാൻ പോകുന്നത്. പ്രൊസീജിയർ: ഫിൽ ദ ഫ്ലോട്ട് ടാങ്ക് ടു എബൌട്ട് ഫുൾ ഓഫ് വാട്ടർ ആൻഡ് പ്ലേസ് ദ ഫ്ലോട്ട് ഇൻ ഇറ്റ്. അപ്പം നമ്മുടെ ഫ്ലോട്ടിംഗ് ടാങ്കിൽ ഫുൾ ഓഫ് വാട്ടർ ഫില്ല് ചെയ്യുക, അതിൻ്റെ അകത്ത് നമ്മുടെ ഫ്ലോട്ട് ഇൻസേർട്ട് ചെയ്യുക. അഡ്ജസ്റ്റ് ദ ഹൊറിസോണ്ടൽ സ്ക്രൂ ടു റീഡ് പോയിൻ്റർ ഓൾമോസ്റ്റ് 0. അപ്പോൾ ആ ഫ്ലോട്ടിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് സൈഡ് സ്ക്രൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൈഡ് സ്ക്രൂസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വാട്ടർ ടാങ്കിനകത്ത് നമ്മൾ ഫ്ലോട്ട് വെക്കുമ്പോൾ അത് ചരിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ ഈ രണ്ട് സൈഡിലെ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഫ്ലോട്ടിനെ പക്കാ സ്ട്രെയിറ്റ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ നടുക്കൊരു പോയിൻ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ പോയിൻ്റർ 0-ലാണ് വന്നേക്കുന്നതെങ്കിൽ ഫ്ലോട്ട് ഹൊറിസോണ്ടൽ ആണെന്നാണ് അർത്ഥം. മൂവ് ദ വെയ്റ്റ് സ്മോൾ ഡബ്ല്യു ഓൺ ദ സൈഡ് ബൈ x സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കൊരു മൂവബിൾ വെയ്റ്റ് തന്നിട്ടുണ്ട്, 150 ഗ്രാമാണ് മൂവബിൾ വെയിറ്റ്. അത് നമ്മൾ സ്മോൾ ഡബ്ല്യു എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൂവബിൾ വെയിറ്റ് സ്മോൾ ഡബ്ല്യുവിനെ നമ്മൾ ഈ ഫ്ലോട്ടിൻ്റെ ഒരു സൈഡിലേക്ക് x സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഡിസ്പ്ലേസ് ചെയ്യുക.
അപ്പോൾ അതെത്ര ആംഗിൾ ഓഫ് ടിൽട്ടാണോ കാണിക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു ഗ്രാജുവേഷൻ ആംഗിൾ കാണിക്കാനുള്ള ഒരു പോയിൻ്ററുണ്ട്. പോയിൻ്ററിൻ്റെ അത് θ1 കിട്ടും. അപ്പോൾ അത് അവിടെ കിട്ടുന്നതാണ് നമുക്ക് ആംഗിൾ ഓഫ് ടിൽട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ x സെൻറ്റിമീറ്റർ നമുക്ക് ഈ 150 ഗ്രാമിലുള്ള വെയിറ്റിനെ മൂവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ആംഗിൾ ഓഫ് ടിൽട്ട് θ1 ആണ്. ഇനി എന്ത് ചെയ്യുക? റിപ്പീറ്റ് ദിസ് ബൈ ഇൻക്രീസിങ് ദ ഡിസ്റ്റൻസ് ഓഫ് എക്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഒരു x സെൻറ്റിമീറ്റർ മൂവ് ചെയ്തിട്ട് θ1 നോക്കി. ഇനി വീണ്ടും ഈ എക്സിനെ വീണ്ടും ഇൻക്രീസ് ചെയ്യുക. അവിടുത്തെ θ1 വീണ്ടും എത്ര നോക്കുക, വീണ്ടും ഇൻക്രീസ് ചെയ്യുക, വീണ്ടും θ1 എത്ര നോക്കുക. ഇതിപ്പോൾ നമ്മൾ ഈ ഫ്ലോട്ടിൻ്റെ ഇതാണ് സെൻറ്റർ, റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ റീഡിങ് നോക്കുന്നത്. അതായത് മൂവബിൾ വെയിറ്റ് നമ്മൾ ഇവിടെ ഇടും, ഇവിടെ ഇടും, ഇവിടെ ഇടും. ഇനി ഇതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയിട്ട് ഇതേ ആംഗിൾ ഓഫ് ടിൽട്ട് തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ റിപ്പീറ്റ് ദിസ് ബൈ ഇൻക്രീസിങ് ദ ഡിസ്റ്റൻസ് എക്സ് ഡിസ്റ്റൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. Now move back the weight W and note the angle of tilt as θ2. മൂവ് ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിറ്റിനെ നമ്മൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യിച്ചതിന് പകരം ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യിച്ചിട്ട് ആംഗിൾ ഓഫ് ടിൽട്ട് നേരത്തെ ചെയ്ത പോലെ ആംഗിൾ ഓഫ് ടിൽട്ട് θ2 മാർക്ക് ചെയ്യുക. റിപ്പീറ്റ് ദ എക്സ്പീരിമെൻറ്റ് വിത്ത് ദ സെയിം മൂവിങ് വെയിറ്റ് 2-3 ടൈംസ്. അപ്പോൾ ഈ ഒരു എക്സ്പീരിമെൻറ്റ് 2-3 തവണ ചെയ്തിട്ട് വാല്യൂസ് ഒക്കെ കിട്ടുന്നത് സെയിം ആണോ എന്ന് ഉറപ്പിക്കുക. ഇനി അടുത്ത് ചെയ്യേണ്ടത് നൗ ഓക്സിലേറ്റ് ദ ഫ്ലോട്ട്. നൗ ടിൽറ്റ് ദ ഫ്ലോട്ട് ടു ഓക്സിലേറ്റ്. ആ ഫ്ലോട്ടിനെ ചെറുതായിട്ടൊന്ന് ഓക്സിലേറ്റ് ചെയ്യുക. ആൻഡ് നോട്ട് ദ ടൈം ടേക്കൺ, ക്യാപിറ്റൽ ടി ആണ്, നോട്ട് ദ ടൈം ടേക്കൺ ഫോർ 10 ഓക്സിലേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ഫ്ലോട്ടിനെ ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ടാണ് വെച്ചേക്കുന്നത്, അതിൻ്റെ അകത്ത് നിന്നുള്ള മൂവബിൾ വെയിറ്റ് ഒക്കെ എടുത്ത് മാറ്റുക. എന്നിട്ട് ഈ ഫ്ലോട്ടിനെ പതുക്കെ ഒന്ന് ഓക്സിലേറ്റ് ചെയ്യുക. ഓക്സിലേറ്റ് ചെയ്യിച്ചിട്ട് 10 ഓക്സിലേഷന് വേണ്ടിയിട്ടുള്ള ടൈം എത്രയാണെന്നുള്ളത് നോട്ട് ചെയ്യുക. ഇനി നമുക്ക് ആ ഫ്ലോട്ടിൻ്റെ വെയിറ്റ് കിട്ടാനുള്ള പ്രൊസീജിയറാണ് അടുത്ത് പറയുന്നത്. നോട്ട് ദ വെയിറ്റ് ഓഫ് ദ ഫ്ലോട്ടിംഗ് ബോഡി ബൈ മെഷറിംഗ് ദ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. അപ്പോൾ ഫ്ലോട്ടിംഗ് ബോഡിയുടെ വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത്രയാണ് അതിൻ്റെ പ്രൊസീജിയറിൽ വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് ഉണ്ട്. ഇപ്പോൾ ഗ്രാഫിൻ്റെ അകത്ത് പ്ലോട്ട് എ ഗ്രാഫ് GM വേഴ്സസ് ആംഗിൾ ഓഫ് ടിൽറ്റ്. GM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GM ഇസ് ദ വാല്യൂ ഓഫ് മെറ്റാസെൻട്രിക് ഹൈറ്റ്. അപ്പോൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് വേഴ്സസ് GM y ആക്സിസിൽ, എക്സ് ആക്സിസിൽ θ1 ഇവിടെ, θ2 ഇവിടെ. നമുക്ക് ഇങ്ങനെയാണ് സാമ്പിൾ ഗ്രാഫ് വരേണ്ടത്. അപ്പോൾ ഈ സാമ്പിൾ ഗ്രാഫിൻ്റെ ഫിഗർ നിങ്ങൾ വരച്ചിട്ടുണ്ടാവുക. ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ സാമ്പിൾ ഗ്രാഫ് വരയ്ക്കുക. y ആക്സിസിൽ GM-ഉം എക്സ് ആക്സിസിൽ റൈറ്റ് സൈഡിലേക്ക് θ1-ഉം ലെഫ്റ്റ് സൈഡിലേക്ക് θ2-ഉം. അത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഷേപ്പ് ഇതേപോലെ ഒരു ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കറക്റ്റായിട്ട് പ്രൊസീജിയർ ചെയ്താൽ നമുക്ക് കിട്ടേണ്ട ഗ്രാഫ്. അപ്പോൾ പ്ലോട്ട് ദ ഗ്രാഫ് GM വേഴ്സസ് ആംഗിൾ ഓഫ് ടിൽറ്റ് വെർ GM ഇസ് ദ മെറ്റാസെൻട്രിക് ഹൈറ്റ് when the floating body is tilted to an angle θ. θ ആംഗിളിലേക്ക് ടിൽറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ് GM. ഇതിൻ്റെ അകത്ത് എക്സ് ആക്സിസിൽ നമ്മൾ തീറ്റയാണ് മാർക്ക് ചെയ്യുന്നത്, y ആക്സിസിൽ GM മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൻ്റെ പ്രൊസീജിയറും സാമ്പിൾ ഗ്രാഫിക്കായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ എക്സ്പീരിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഡെമോ ലെക്ചർ നോക്കാം, ഡെമോ വീഡിയോ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ പാർട്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഓരോ സെറ്റ് റീഡിങ് എടുക്കുന്നതാണ് ഇനി നമ്മൾ ഡെമോ വീഡിയോ ആയിട്ട് കാണിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷനിലേക്ക് വരാം. മെറ്റാസെൻട്രിക് ഹൈറ്റ് apparatus ആണ് apparatusന്റെ പേര്. ഇത് ഫ്ലോട്ട് ടാങ്ക് ആണ്. ഇതിന്റെ ലെങ്തും ബട്ടും 80x80 ആണ്. ഈ കാണുന്നതാണ് ഫ്ലോട്ട്. ഇത് രണ്ടും ടിൽറ്റ് അഡ്ജസ്റ്റിംഗ് നട്ടാണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിൽ 0 സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മൂവബിൾ വെയിറ്റ് 150 ഗ്രാം. പിന്നെ വേണ്ടത് ഒരു സ്റ്റോപ്പ് വാച്ച്, പിന്നെ ഒരു സ്റ്റീൽ ബോൾ. ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെരിമെന്റ് തുടങ്ങാം. എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ഇനീഷ്യൽ ഹൈറ്റ് ഓഫ് വാട്ടർ എടുക്കണം. അതിലൊരു സ്റ്റീൽ ബോളുണ്ട്. സ്റ്റീൽ ബോള് ഈ ടാങ്കിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ വെച്ചുകൊണ്ട് ഇനീഷ്യൽ ഹൈറ്റ് ഓഫ് വാട്ടർ എടുക്കുക. വേവ്സ് എല്ലാം നിന്നതിന് ശേഷം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂ നിന്ന് 31 സെൻറ്റിമീറ്റർ ആണ് ഇനീഷ്യൽ ഹൈറ്റ് ഓഫ് വാട്ടർ കിട്ടിയിരിക്കുന്നത്. അടുത്ത ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് H1 എന്ന് പറയാം. അടുത്തത് ഫ്ലോട്ടിംഗ് ടാങ്ക് എടുത്ത് വെള്ളത്തിലിടുക. വേവ്സ് ഒന്നും ഇല്ലാത്ത നിൽക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും സ്റ്റീൽ ബോൾ എടുത്ത് ഫൈനൽ ഹൈറ്റ് എടുക്കുക. അതായത് H2 31.5 ആണ് H2 നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 0 സെറ്റ് ചെയ്യണം. ഈ നീഡിലിന്
സീറോ സെറ്റ് ചെയ്യാം. സീറോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 90 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യാം. അതിനുള്ള ടിൽറ്റ് അഡ്ജസ്റ്റിംഗ് നട്ടാണ് ഈ കാണുന്നത്. ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സീറോയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ സെറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇനിഷ്യൽ ഹൈറ്റ് എടുത്തു, ഫ്ലോട്ടിംഗ് ബോഡി ഇല്ലാതെയുള്ള ഒരു H1 എടുത്തു, അടുത്ത ഫ്ലോട്ടിംഗ് ബോഡി ഇട്ടിട്ട് ഒരു H2 എടുത്തു. H1 - H2 ചെയ്യുമ്പോൾ H കിട്ടും. ഈ ടാങ്കിൻ്റെ ലെങ്ത് പെട്ടുണ്ടെങ്കിൽ ആ ഫ്ലോട്ടിംഗ് ബോഡിയുടെ വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ നമ്മൾ സീറോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഈ ഫ്ലോട്ടിംഗ് ബോഡിയുടെ ഒരു 10 ഓസിലേഷൻ്റെ ടൈം എടുക്കാം. അതിന് നമ്മൾ ഒരു സൈഡ് പിടിച്ച് അങ്ങ് വിടുക, എന്നിട്ട് ഒരു സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുക. 10 ഓസിലേഷൻ ആകുമ്പോഴത്തേക്ക് എത്ര ടൈം കിട്ടുമെന്ന് നോക്കുക. നമുക്ക് 10 ഓസിലേഷൻ ടൈം 13.04 ആണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 150 mg വെയിറ്റ് ഈ ഫ്ലോട്ടിംഗ് ബോഡിയുടെ ഓരോ ലെഗിലും ഇട്ടിട്ട് റീഡിങ് എടുക്കുകയാണ് അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ സെൻറ്ററിങ് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. അപ്പോൾ ഡിസ്റ്റൻസ് മോഡ് കിട്ടും. ഈ വെയിറ്റ് നമ്മൾ ഈ ലെഗിലിട്ട് എത്ര ഡിഗ്രി മൂവ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് കൗണ്ട് ചെയ്ത് അറിയാൻ പറ്റും. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 5 ഡിഗ്രിയാണ്. അപ്പോൾ ഡിസ്റ്റൻസ് മോഡ് ഇത് 8 സെൻറ്റിമീറ്ററാണ്. ഇത് ഇവിടെ നിന്ന് ഇതുവരെ 8 സെൻറ്റിമീറ്റർ, ആംഗിൾ ടിൽറ്റ് ചെയ്തിരിക്കുന്നത് 5 സെൻറ്റിമീറ്ററാണ്. ഇതേ വെയിറ്റ് തന്നെ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലിടുകയാണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 12 ഡിസ്റ്റൻസ്. വെയിറ്റ് സെയിം തന്നെയാണ്. അതേസമയം ആംഗിളിന് വ്യത്യാസമുണ്ട്. 7 ഇപ്പോഴും കിട്ടിയിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് 12, വെയിറ്റ് 150 mg, ആംഗിൾ വന്നിട്ട് 7. വീണ്ടും നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതെടുത്ത് അടുത്ത ലെഗിലേക്ക് ഇടുകയാണ്. ഡിസ്റ്റൻസ് വന്നിട്ട് 16 ആണ്. ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 16, വെയിറ്റ് സെയിം തന്നെ 150 mg, ആംഗിൾ വന്നിട്ട് 9 ആണ് ടിൽറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്ര നമ്മൾ റൈറ്റ് സൈഡിൽ ചെയ്തു. ഇതേ പ്രൊസീജിയർ നമ്മൾ വീണ്ടും ലെഫ്റ്റ് സൈഡിൽ ചെയ്യുക. ഇവിടെ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 8 സെൻറ്റിമീറ്ററാണ്. ആംഗിൾ ടിൽറ്റ് ചെയ്തിരിക്കുന്നത് 5 ഡിഗ്രിയാണ്. വീണ്ടും ഇതേ വെയിറ്റ് എടുത്ത് അടുത്ത ലെഗിൽ ലെഫ്റ്റ് സൈഡിൽ അടുത്ത ലെഗിലിട്ടു. ഡിസ്റ്റൻസ് മൂവ് 12 സെൻറ്റിമീറ്ററാണ്. ആംഗിൾ ടിൽറ്റ് ചെയ്തിരിക്കുന്നത് 7 ഡിഗ്രിയാണ്. വീണ്ടും നമ്മൾ ഇതിനെടുത്ത് അടുത്ത ലെഗിലിട്ട് ഡിസ്റ്റൻസ് മൂവ് 16 സെൻറ്റിമീറ്ററും ആംഗിൾ ടിൽറ്റ് ചെയ്തിരിക്കുന്നത് 9. മൂവബിൾ വെയിറ്റിൻ്റെ നേരത്തെ തന്നെയാണ് 150 mg. ഇത്രയാണ് ഇതിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം കാൽക്കുലേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ഇനി ഇതിൻ്റെ അകത്ത് സാമ്പിൾ കാൽക്കുലേഷൻ എഴുതാനായിട്ട് ഞാനിപ്പോൾ സെറ്റ് 1ൻ്റെ സാമ്പിൾ കാൽക്കുലേഷനാണ് എഴുതുന്നത്. അപ്പോൾ സെറ്റ് 1 എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇതേപോലൊരു ടേബിൾ വരക്കുക. നമ്മൾ കാൽക്കുലേഷൻ എടുക്കുമ്പോൾ ഇതേപോലത്തെ ഒരു ടേബിളാണ് വരക്കുന്നത്. അപ്പോൾ ടേബിളിൻ്റെ അകത്ത് ഫസ്റ്റ് കോളത്തിൽ മൂവബിൾ വെയിറ്റ് സ്മോൾ w ഗ്രാമിലാണ്. മൂവബിൾ വെയിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന 150 ഗ്രാം തന്നെയാണ് എടുക്കുന്നത്. ഇനി ഡിസ്റ്റൻസ് മൂവ് x സെൻറ്റിമീറ്ററാണ് ഡിസ്റ്റൻസ് മൂവ്. ഇത് തന്നെയാണ് നമ്മൾ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫിക്സ്ഡ് ആണ്. അതിൻ്റെ അകത്തുള്ള ആ പോയിന്റിലുള്ള ഡിസ്റ്റൻസ് ഫിക്സ്ഡ് ആണ്. ആദ്യത്തെ സ്ലോട്ടിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അത് 8 സെൻറ്റിമീറ്ററാണ്, അടുത്തത് 12 സെൻറ്റിമീറ്ററാണ്, അടുത്തത് 16 സെൻറ്റിമീറ്ററാണ്. അടുത്തത് അപ്ലൈഡ് മൊമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ W × 8 ചെയ്യുമ്പോൾ 1200 കിട്ടും. 150 × 12 ചെയ്യുമ്പോൾ 1800 കിട്ടും. 150 × 16 ചെയ്യുമ്പോൾ 2400 എന്ന് കിട്ടും. ഇനി അടുത്തത് നമ്മൾ ആംഗിൾ ഓഫ് ടിൽറ്റ്, നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തതും ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തതും θ1 θ2. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ആംഗിൾ ഒബ്സർവ്ഡ് ആംഗിളാണ്. നമ്മൾ ഈ വെയിറ്റിനെ 8 സെൻറ്റിമീറ്റർ ഇട്ടപ്പോൾ റൈറ്റിൽ കിട്ടിയത് 5 ഡിഗ്രി, ലെഫ്റ്റിൽ കിട്ടിയ 5 ഡിഗ്രി. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയേക്കുന്ന ആംഗിളാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇനി ആവറേജ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ θ1 + θ2/2. ഇപ്പോൾ സെയിം ആയതുകൊണ്ട് നമുക്ക് സെയിം വാല്യൂ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി അടുത്തത് ഈ കോളത്തിൽ മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ്, GM എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്, സെൻറ്റിമീറ്ററിലാണ് കിട്ടുന്നത്. അടുത്ത റേഡിയസ് ഓഫ് ഗിരേഷൻ K വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്, സെൻറ്റിമീറ്ററിലാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് സാമ്പിൾ കാൽക്കുലേഷനിൽ പറയാം. അപ്പോൾ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സെറ്റ് 1, അതായത് ഈ ഒരു സെറ്റിൻ്റെ വാല്യൂസൊക്കെ എങ്ങനെ കിട്ടുന്നതെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ സാമ്പിൾ കാൽക്കുലേഷൻ നമ്മൾ ആദ്യം എടുത്തത് 10 ഓക്സിലേഷന് വേണ്ടിയിട്ടുള്ള ടൈം പീരീഡ് കണ്ടുപിടിച്ചായിരുന്നു. ഫ്ലോട്ടിനെ 10 തവണ ഓക്സിലേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും, അത് നമുക്ക് കിട്ടിയത് 13.04 സെക്കൻഡ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടൈം ഫോർ 1 ഓക്സിലേഷൻ ടൈം പീരീഡ് TM is equal to ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ 10. അപ്പോൾ നമുക്ക് 1.304 സെക്കൻഡ് എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇനീഷ്യൽ ഹൈറ്റ് കണ്ടുപിടിച്ചായിരുന്നു H1, ഇനീഷ്യൽ വാട്ടർ ഡെപ്ത് H1 31 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. ഇനി H2 എന്ന് വെച്ചാൽ ഫ്ലോട്ട് ഇൻസർട്ട് ചെയ്യുമ്പോഴുള്ള വാട്ടർ ലെവൽ, ഫൈനൽ വാട്ടർ ഡെപ്ത് 31.5 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. ഇനി മൂവബിൾ വെയിറ്റ് സ്മോൾ W നമ്മൾ കൺസിഡർ ചെയ്യുന്ന 150 മീറ്റർ ഗ്രാം ആണ്. ഇനി അടുത്ത ക്യാപിറ്റൽ W വെയിറ്റ് ഓഫ് ഫ്ലോട്ട്. വെയിറ്റ് ഓഫ് ഫ്ലോട്ട് എന്ന് വെച്ചാൽ ഫ്ലോട്ടിൻ്റെ മാത്രം വെയിറ്റ് പ്ലസ് ഈ മൂവബിൾ വെയിറ്റ്. അപ്പോൾ മൂവബിൾ വെയിറ്റ് നമുക്കറിയാം 150 ഗ്രാം ആണ്, അത് ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഡിപ്പ് ചെയ്തേക്കുന്ന ഫ്ലോട്ടിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. പക്ഷേ നമ്മളിവിടെ സെൻറ്റിമീറ്ററിൽ ചെയ്യുമ്പോൾ നമ്മൾ 1 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് എടുക്കുന്നത്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്ക് 1 എന്ന് എടുക്കാം. ഇനി വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് കണ്ടുപിടിക്കാൻ വേണ്ടി വാട്ടർ ടാങ്കിൻ്റെ ലെങ്ത്തും ബ്രെത്തും കൊടുക്കുക, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 80/80 ആണ്. ഇനി വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്, അപ്പോൾ അതിൻ്റെ അത് ഹൈറ്റ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ റീഡിങ് H2 - H1 ചെയ്താൽ മതി. അപ്പോൾ H2 എന്ന് വെച്ചാൽ 31.5, H1 എന്ന് വെച്ചാൽ 31. ഈ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്ലോട്ടിൻ്റെ മാത്രമുള്ള വെയിറ്റ് കിട്ടും, പ്ലസ് മൂവബിൾ വെയിറ്റ് 150 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ W കിട്ടും. ക്യാപിറ്റൽ W is equal to 3350 ഗ്രാം എന്നാണ് കിട്ടുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് സെറ്റ് ഓഫ് റീഡിങ്ങിൻ്റെ മെറ്റാസെൻട്രിക് ഹൈറ്റ് GM is equal to സ്മോൾ W ഇൻറ്റു X ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ W tan θ. അപ്പോൾ സ്മോൾ W 150 ആണ്, ഡിസ്റ്റൻസ് മൂഡ് 8 സെൻറ്റിമീറ്റർ ആണ്, ഫസ്റ്റ് സെറ്റിൻ്റെ 8 സെൻറ്റിമീറ്റർ ആണ്. ടോട്ടൽ വെയിറ്റ് നമുക്ക് 3350 എന്ന് കിട്ടി. അടുത്തത് tan θ, ആദ്യത്തെ ആംഗിൾ ഓഫ് ടിൽറ്റ് 5 ഡിഗ്രിയാണ്. നമുക്കിത് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഫസ്റ്റ് സെറ്റ് റീഡിങ്ങിൻ്റെ ഡിസ്റ്റൻസ് മൂഡ് 8 ആണ്, ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ 5 ആണ്. അപ്പോൾ ഇതാണ് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ സോൾവ് ചെയ്തപ്പോൾ 4.09 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. 4.09 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. ഇനി അടുത്ത് നമുക്ക് റേഡിയസ് ഓഫ് ഗിരേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി K is equal to TM ഇൻറ്റു റൂട്ട് ഓഫ് G ഇൻറ്റു GM ഡിവൈഡഡ് ബൈ 2π. ഇതിനകത്ത് TM ഒരു ഓക്സിലേഷൻ്റെ ടൈം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 1.304. ഇനി G നമ്മൾ ശ്രദ്ധിക്കുക 981 ആണ് എടുക്കുന്നത്. 981 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നിങ്ങൾ ഓർക്കാതെ 9.81 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 9.81 എന്ന് വെച്ചാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലുള്ള വാല്യൂ ആണ്. അപ്പോൾ G is equal to 981, GM നമുക്ക് 4.09 കിട്ടി. ഡിവൈഡഡ് ബൈ 2π ചെയ്യുമ്പോൾ നമുക്ക് റേഡിയസ് ഓഫ് ഗിരേഷൻ 13.14 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെറ്റ് ഓഫ് റീഡിങ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ രീതിയിൽ സെക്കൻഡ് സെറ്റ് റീഡിങ്ങും തേർഡ് സെറ്റ് റീഡിങ്ങും കാൽക്കുലേറ്റ് ചെയ്ത് ടേബിൾ ആർ കോളം ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനുള്ളത് Y ആക്സിസിൽ GM-ഉം X ആക്സിസിൽ റൈറ്റ് സൈഡിലേക്ക് θ1-ഉം ലെഫ്റ്റ് സൈഡിലേക്ക് θ2 ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഗ്രാഫാണ് വരക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു വാല്യൂ, ഈ ഒരു വാല്യൂ ആണ്, ഈ ഒരു വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ X ആക്സിസിൽ സെൻറ്ററിൽ 0, പിന്നെ 2, 4, 6, 8, 10, 12 ഇതെല്ലാം ഡിഗ്രിയാണ്, തീറ്റയാണ്. ആംഗിൾ ഓഫ് ടിൽറ്റ് തീറ്റയാണ് നമ്മൾ X ആക്സിസിൽ എടുക്കുന്നത്. അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്കും 2, 4, 6, 8, 10, 12. ഇനി Y ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് GM ആണ്, അത് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ അത് നമ്മൾ ഓരോ സെൻറ്റിമീറ്ററും 1 എന്നുള്ള രീതിയാണ് എടുക്കുന്നത്. അപ്പോൾ 1, 2, 3, 4 എന്നാണ് ഇതിൻ്റെ ഇൻക്രിമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സ്കെയിൽ എങ്ങനെ എഴുതാം, അപ്പോൾ അതിൻ്റെ ഹെഡിങ് എഴുതുക ഗ്രാഫ് GM വേഴ്സസ് ആംഗിൾ ഓഫ് ടിൽറ്റ്. സ്കെയിൽ എന്ന് പറയുമ്പോൾ X ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 2 ഡിഗ്രി ആയിട്ടാണ് എടുത്തേക്കുന്നത്. Y ആക്സിസിൽ നമ്മൾ ഓരോ സെൻറ്റിമീറ്ററും ഓരോ സെൻറ്റിമീറ്റർ എന്ന് തന്നെയാണ്. 1 സെൻറ്റിമീറ്റർ is equal to 1 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് മെറ്റാസെൻട്രിക് ഹൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് പ്ലോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഇവിടുത്തെ 5-ന് കറസ്പോണ്ടിങ് ആയിട്ട് 4.09, 7-ന് കറസ്പോണ്ടിങ് ആയിട്ട് 4.37, 9-ന് കറസ്പോണ്ടിങ് ആയിട്ട് 4.52. അപ്പോൾ ഇത് പ്ലോട്ട് ചെയ്യാം. ഇത് നമുക്ക് റൈറ്റ് സൈഡിൽ പ്ലോട്ട് ചെയ്യാം. ഇതേപോലെ ലെഫ്റ്റ് സൈഡിലും പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ചെയ്തിട്ട് അത് തമ്മിൽ കർവായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന സാമ്പിൾ കർവിൻ്റെ അതേ ഷേപ്പിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു കർവും കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ എക്സ്പീരിമെൻറ്റിൽ വരുന്ന കാൽക്കുലേഷൻ. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമുക്ക് റിസൾട്ട് എഴുതാനുണ്ട്. അപ്പോൾ റിസൾട്ടിൻ്റെ അത് ഞാനിപ്പോൾ സെറ്റ് 1-ൻ്റെ സാമ്പിൾ കാൽക്കുലേഷനിൽ ചെയ്തത്. അപ്പോൾ സെറ്റ് 1-ൽ കിട്ടിയേക്കുന്ന വാല്യൂ മാത്രം എടുത്ത് എഴുതുക. അപ്പോൾ സാധാരണ നമ്മൾ എക്സ്പെരിമെൻറ്റ് എഴുതുമ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ആവറേജ് വാല്യൂ ആണ് താഴെ എടുത്ത് എഴുതുന്നത്. പക്ഷേ ഇവിടെ മെറ്റാസെൻറ്ററിൽ അങ്ങനെയല്ല, ഓരോ മെറ്റാസെൻറ്ററും ഡിസ്പ്ലേസ്മെൻറ്റ് മാറുന്നതനുസരിച്ച് മാറും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ് സെറ്റ് 1-ൻ്റെ മെറ്റാസെൻട്രിക് ഹൈറ്റാണ് ഞാൻ എഴുതിയിരിക്കുന്നത്.
സെറ്റ് 1ൻ്റെ റേഡിയസ് ഓഫ് ഗിരേഷൻ ആണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് GM വേഴ്സസ് ആംഗിൾ ഓഫ് ടിൽറ്റാണ്. അടുത്ത ഇൻഫറൻസ് എന്ന് പറയുമ്പോൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് ആൻഡ് റേഡിയസ് ഓഫ് ഗിരേഷൻ ഈസ് ഫൗണ്ട് ഔട്ട് ബൈ എക്സ്പീരിമെൻറ്റ്. ഫ്ലോട്ടിംഗ് ബോഡിയുടെ മെറ്റാസെൻട്രിക് ഹൈറ്റ് റേഡിയസ് ഓഫ് ഗിരേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ നമുക്ക് കിട്ടിയേക്കുന്ന ഇൻഫറൻസ് എന്താണ്? മെറ്റാസെൻട്രിക് ഹൈറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ ടിൽറ്റ് ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി. അതായത് ഇപ്പോൾ ഈ ഒരു വാല്യൂസ് നോക്കിയാൽ മതി. ടിൽറ്റ് 5 ഡിഗ്രി ആയിരുന്നപ്പോൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് 4.09 ആണ്. ടിൽറ്റ് കൂടിയപ്പോൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് കറസ്പോണ്ടിംഗ്ലി കൂടി. അപ്പോൾ അതാണ് നമ്മുടെ ഇൻഫറൻസ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. അതായത് മെറ്റാസെൻട്രിക് ഹൈറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ ടിൽറ്റ് ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി. ഇത്രയാണ് നമുക്ക് ഈ ഒരു മെറ്റാസെൻട്രിക് ഹൈറ്റ് ആൻഡ് റേഡിയസ് ഓഫ് ഗിരേഷൻ ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡിയുടെ എക്സ്പീരിമെൻറ്റിലുള്ളത്. സിമ്പിൾ എക്സ്പീരിമെൻ്റ് ആണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രൊസീജിയർ കാൽക്കുലേഷനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എക്സ്പീരിമെൻറ്റ് നിങ്ങൾ ഒരു വട്ടം ലാബിൽ വന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ലെക്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.